എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം. ശത്രുബാധകളും അതുപോലെ തന്നെ പ്രേതദോഷങ്ങളും കരിങ്കണ്ണ്, കരിനാവ്, പ്രാർത്ഥനാദോഷം അങ്ങനെയായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നമ്മളിത് ആദ്യം നോക്കുമ്പോൾ അത് ജ്യോത്സ്യന്മാരെ അടുത്ത് കാണാൻ പോകും. ജ്യോത്സ്യന്മാർ അതിന് പറയും ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് പറയും. അപ്പോൾ അത് ഒരു ബേസിക്കായിട്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ശത്രുബാധയാണെന്നാണ് പറയുക. ആ ബാധ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാല് ചാത്തൻ ചൊവ്വ, നീചചാത്തൻ, നീച ചൊവ്വ, ക്ഷുദ്ര കാളി, മാരണകാളി, മാരണയക്ഷി, അതുപോലെ തന്നെ ഒടിക്കരു, അതുപോലെ തന്നെ ക്ഷുദ്രഗുളികൻ, നീചഗുളികൻ, ബന്ധന ഗുളികൻ, ഇങ്ങനെ ഒരു 10-25 പേരുണ്ട് എഴുതി തരും. അപ്പോൾ അതുകൊണ്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മളിത് എടുത്തിട്ട് ഒരൊറ്റ വായനയാണ്. ഇത്രയും സാധനങ്ങളെ കൊണ്ടാണ് ഞാൻ അലട്ടണ കാരനാണ്, പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗതി പിടിക്കാത്തത് നമുക്ക് തോന്നുകയും ചെയ്യും. നോക്കിച്ച പണിക്കിൽ അത് പറയുകയും ചെയ്യും. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ വീട്ടിലും പ്രശ്നത്തിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഗതി പിടിക്കാത്തത്. ഇതാണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ കോടീശ്വരനാവും, അതാവും ഇതാവും എന്നൊക്കെ പറയും. പക്ഷേ ഇതൊക്കെ എണ്ണം കൂട്ടി പറയുന്നത് ശൈവ വിഷ്ണു ശാക്തേയപരമായിട്ടുള്ള ബാധകളാണ് പൊതുവെ ഉള്ളത്. കാരണം വെച്ചാൽ ശിവനും ശിവന്റെ ഭൂതഗണങ്ങള്, വിഷ്ണുവിന്റെ ഭൂതഗണങ്ങള്, അതുപോലെ തന്നെ ദേവിയുടെ ഭൂതഗണങ്ങള്. ഇതാണ് ശൈവ വിഷ്ണു ശാക്തേയം. പിന്നെ ചാത്തൻ ചൊവ്വ ഗുളികൻ അങ്ങനെയുള്ള മലബാരത്തിൻ്റെതായിട്ടുള്ളത്. പിന്നെ ഒരു ബന്ധനം തീർക്കുക, ഇതൊക്കെയാണ് ചെയ്യുക. ഇത് പണിക്കന്മാരെന്താ വെച്ചാല് ജനങ്ങളെ ഒരു ഭീതി ഉണ്ടാക്കിയിട്ട് ഈ പ്രതിവിധി ചെയ്യാൻ വേണ്ടിയിട്ട് പിപ്പിടിയിടും. അവരെന്നിട്ട് പറയൽ ഒടുക്കത്തെ പൈസയാണ്. വേറെ ആര് ചെയ്താലും ശരിയാവില്ല, ഞങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് അവർ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ നമുക്ക് അനുഭവത്തിലുണ്ടേനും എന്നാൽ ചെയ്യാൻ മാർഗമല്ല, ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം മാറും. ഇതിന് നമ്മൾ കുറച്ചു നേരം മെനക്കെടണമെന്നുള്ളൂ. പിന്നെ ഇത് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം. നമ്മുടെ കുടുംബമൊക്കെ ബന്ധനങ്ങളും തടസ്സങ്ങളൊക്കെ ആയിട്ട് ഇരുന്നാൽ പോരാ, അല്ലെങ്കിൽ മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്കതിനൊന്ന് റിസ്ക് എടുക്കട്ടെ, മെനക്കെടട്ടെ, നല്ല ശരിയാക്കി എടുക്കണം എന്നൊക്കെ ഉള്ള ചിന്തയുള്ള ആൾക്കാർക്കാണ് ഇതൊക്കെ പറ്റുള്ളൂ. ചിലവരെന്താ വെച്ചാൽ വെറുതെ ആരെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ മാറിയിട്ട് സുഖമായിട്ട് ജീവിക്കായിരുന്നു എന്നുള്ള ചിന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കേട്ടിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടും പ്രശ്നം മാറി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇത് വല്ല മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ ഒരു വർഷത്തിലോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. കാരണം വെച്ചാൽ പ്രശ്നങ്ങൾ ഇങ്ങനെ പിന്നീ കൂടെ തോരച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇതിനുള്ളൊരു പോം വഴി എന്നുള്ള നിലയ്ക്കാണ് ഇത് എടുത്ത് പറയാൻ തന്നെ കാരണം. നിലവിളക്ക് വേണം, വാഴല വേണം, ഒരു ചെമ്പിന്റെ ഭദ്രകാളി പ്രതിമ വേണം, പിന്നെ അരി, നെല്ല്, പൂവ്, ഇത്രയും വേണം. ഇത്രയും ഉണ്ടാവുമ്പോഴാണ് ഇതിന് ബേസിക് ആയിട്ട് വേണ്ടതുള്ളൂ. അപ്പോൾ ഇതെന്താ ചെയ്യുക വെച്ചാൽ നമ്മളൊരു നിലവിളക്ക് വെച്ചു, അതിന്റെ മുന്നിലൊരു വാഴയുടെ ഇല വെച്ചു, അതിന്റെ മേലെ നമ്മളെന്താണ് ഈ വാഴയുടെ ഇലയിൽ നമ്മൾ മഞ്ഞപ്പൊടി ചുണ്ണാമ്പും കൂടി കലക്കിയത് കൊണ്ടൊന്ന് മെഴുകി റൗണ്ടാക്കി മെഴുകണം. എന്നിട്ട് അതിന്റെ മേലെ ഒരു ഭദ്രകാളി പ്രതിമ വെക്കണം. പ്രതിമ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ മേലെ 5 തിരി കത്തിച്ചു വെക്കണം. അപ്പൊ ഈ പറയുന്ന കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി ചെയ്യാനായിട്ട് ഒരുങ്ങുക. മുൻകൂട്ടി എഴുതി വെക്കലും ഈ മന്ത്രം നമ്മൾ ആദ്യം ഒന്ന് ചൊല്ലാൻ ബൈഹാർട്ട് ചെയ്യും വേണം. അത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് വേണം? ഓം നമ ശിവായാന്നും ഓം നമോ നാരായണായ നമാന്നും നമ്മൾ എന്ത് വേണം? 108 തവണ വീതം ജപിക്കണം. ജപിച്ചിട്ട് വേണം നമ്മൾ എന്നിലും എൻ്റെ കുടുംബപരമായിട്ടും ബാധിക്കുന്ന ദോഷങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്ന ഈ കർമ്മത്തിന് ഫലമുണ്ടാക്കി തരണം ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ജലം എടുത്തിട്ട് ഒരു ഓം നമ ഓം നമ ഓം നമ എന്നിട്ട് 3 പ്രാവശ്യം തെളിക്കുക. പിന്നെ ചന്ദനത്തിന്റെ വെള്ളം കൊണ്ട് കളപ്പപ്പൊടിയോ ചന്ദനത്തിൻ്റെയോ അരച്ചതോ എടുത്തിട്ട് അതിനും ഓം നമ ഓം നമ ഓം നമ എന്നിട്ട് 3 പ്രാവശ്യം തെളിക്കുക. പിന്നെ നമ്മൾ പൂവ് കൊണ്ട് ഓം നമ ഓം നമ ഓം നമ എന്നിട്ട് 3 പ്രാവശ്യം ഇടുക. പിന്നെ ഒരു ചന്ദനത്തിരി കൊണ്ട് ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ ഇതാക്കിയിട്ട് ഓം നമ ഓം നമ ഓം നമ. പിന്നെ എന്താണ് നമ്മളെന്ത് തിരി കത്തിച്ചിട്ട് ഓം നമ ഓം നമ ഓം നമ. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ് ഈ പറയുന്ന മന്ത്രം കൊണ്ട് നമ്മളെ ഈ അരി നെല്ലൊക്കെ ഒരു തരി എടുത്താൽ മതി. അതിങ്ങനെ എടുത്ത് ഒഴിഞ്ഞിട്ട് അരിക്കില്ല. അങ്ങനെ ഇട്ടിട്ട് 336 തവണ നമ്മളിത് ചെയ്യണം. ചെയ്തതിന് ശേഷമാണ് ഈ അർച്ചന ചെയ്യണം.
336 തവണ കഴിഞ്ഞാൽ കുറച്ച് അരിനെല്ലും കൂടുതലെടുത്ത് കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എന്നിലും എൻ്റെ കുടുംബപരമായി ബാധിക്കുന്ന ശത്രുബാധ, ദൃഷ്ടിബാധ, കരിങ്കണ്ണ്, കരിനാവ്, പ്രാർത്ഥനാദോഷം, പ്രേതദോഷം, ഗുളിക, അതുപോലെ നീചപ്രേതദോഷങ്ങൾ, അങ്ങനെ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ബാധിക്കുന്ന എല്ലാ ദുരിതങ്ങളും ബാധകളും ഒഴിഞ്ഞു പോണേന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൽ വീണ്ടും ഇടുക. ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും വീണ്ടും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണം എന്താ വെച്ചാൽ ഈ ചെയ്തതിൽ എന്തെങ്കിലും പാകപ്പഴവുണ്ടെങ്കിൽ അതൊക്കെ മാറി അതൊരു അനുഗ്രഹമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ചെയ്തിട്ട് ഇത് നേരെ എടുത്തതിന് ശേഷം അതെടുത്ത് പൊതിഞ്ഞിട്ട് നമ്മൾ വീട് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് വീടും കൂടി ഒഴിഞ്ഞിട്ട് ഒഴുക്കി കളയാം. അപ്പോൾ ഈ പൊതിയണതൊക്കെ വീടിൻ്റെ പുറത്തിറങ്ങാം. അത് ഇപ്പോൾ ഈ വെച്ചത് എടുത്തിട്ട് കൈ പിടിച്ചിട്ട് വീടിൻ്റെ പുറത്തിറങ്ങുക, വീട് 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തിട്ട് വീടും കൂടി ഒഴിഞ്ഞതിന് ശേഷം അതെങ്ങനെ എടുത്തിട്ട് അത് മടക്കി പൊതിഞ്ഞിട്ട് നമ്മൾ ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുപോയി കളയുക, അല്ലെങ്കിൽ ഒരു കവറിൽ കെട്ടിയിട്ട് ഒഴുക്കുള്ള വെള്ളത്തിലോ പുഴയിലോ തോട്ടിലോ കൊണ്ടുപോയി കളയുക. എന്നിട്ട് കയ്യും കാലും കഴുകി വന്നിട്ട് വീണ്ടും ഓം നമ ശിവായനും ഓം നമോ നാരായണായ നമെന്ന് നമ്മൾ വീണ്ടും ജപിക്കണം. ഭഗവാനോടൊക്കെ പ്രാർത്ഥിക്കുക, എല്ലാ ദോഷങ്ങളൊക്കെ മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15,000 രൂപ ചിലവാക്കി ചെയ്ത് കിട്ടുന്ന കർമ്മത്തിന്റെ ഫലം നമുക്ക് തന്നെ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് ദോഷങ്ങളും ദുരിതങ്ങളും മാറിയെങ്കിൽ തന്നെയാണ്, നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് പോകുമ്പോൾ ഒഴിഞ്ഞു പോയെങ്കിൽ തന്നെയാണ് നമുക്ക് നല്ലൊരു ഇത് ഉണ്ടാവുള്ളൂ. നല്ല പോസിറ്റീവായിട്ട് നമുക്കൊരു വൈബ് ഉണ്ടാവുള്ളൂ. ഒരു അനുഗ്രഹവും ഐശ്വര്യവും സുഖവും സമാധാനവും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്റെ പൈസ ചെലവാണ് ജനങ്ങളുടെ പ്രശ്നം. പിന്നെ അതിനുള്ള പ്രതിവിധിയാണിത്. ബുദ്ധിമുട്ടാൻ നിങ്ങൾ തയ്യാറാവുക തന്നെ വേണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇത് അച്ചിട്ട പോലത്തെ റിസൾട്ടാണ്. അപ്പം മന്ത്രം ഇതാണ്. അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് അതൊന്ന് ബൈഹാർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഈ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിതൊക്കെ എഴുതിയെടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. ഓം വീര നരസിംഹ ഹും ഫട്ട് സ്വാഹ. ഓം അബല നരസിംഹ ഹും ഫട്ട് സ്വാഹ. ഓം മാധള നരസിംഹ ഹും ഫട്ട് സ്വാഹ. ഓം ഉഗ്ര നരസിംഹ ഹും ഫട്ട് സ്വാഹ. ഓം വീര നരസിംഹ ഹും ഫട്ട് സ്വാഹ. ഇതാണ് നമ്മൾ ഇത് കയ്യിൽ പിടിച്ചിട്ട് ചൊല്ലിയിട്ട് ഒഴിഞ്ഞിട്ടിടുക. പിന്നെ വീണ്ടും മന്ത്രം ചൊല്ലുക, ഒഴിഞ്ഞിട്ട് അലിക്കിടുക. അപ്പോൾ വീണ്ടും ഒഴിയുക, അലിക്കിടുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഇട്ട് കഴിഞ്ഞാൽ ശേഷമാണ് ഈ അവസാനം 336 ആയി കഴിഞ്ഞാൽ നമ്മളിത് എടുത്തിട്ട് എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും ബാധകളൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ച് ഒഴിഞ്ഞിട്ട് അലിക്കി വയ്ക്കുക. എന്നിട്ടാണ് നമ്മളിത് എടുക്കുന്നതും വീട് പ്രദക്ഷിണം ചെയ്യുന്നതൊക്കെ. ഇത്രയും കാര്യങ്ങൾ എന്നിട്ട് വീട് പ്രദക്ഷിണം വയ്ക്കുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴുക്കി കളഞ്ഞ് കയ്യും കാലും കഴുകി വീട്ടിൽ വരുന്നത്. ഇത്രയും എന്നിട്ടാണ് നമ്മൾ ഓം നമഃ ശിവായ ചെല്ലണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ അങ്ങേറ്റം ഈ പ്രശ്നത്തിന് പരിഹാരമായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ പറയും എന്നും ശത്രുദോഷമാണെന്ന്, എനിക്ക് എന്നും ശത്രുദോഷമാണെന്ന് പറയണക. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെയ്യുക. കാരണം ഒരു മാസത്തിൽ ഒരു ദിവസത്തിന് വേണ്ടി വന്ന് മെനക്കെട്ടാൽ മതി. ഇതൊക്കെ കൂടിയിട്ട് ആകെ 100 രൂപ ചിലവുള്ളൂ. കാരണം ഒരു ഭദ്രകാളി പ്രതിമയ്ക്ക് 30 രൂപ, ഒരു 1/2 കിലോ നെല്ല്, 1/2 കിലോ അരി, കുറച്ച് പൂവ്, അതൊക്കെ അവിടെ നിന്നൊക്കെ പറമ്പ് നമുക്ക് പൊട്ടിക്കാൻ അറിയാം. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളുടേതായ വഴി തെളിയും. ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വഴിത്തിരിവ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവും. കാരണം പ്രശ്നങ്ങൾ പിന്നിൽ നിന്ന് ഒഴിഞ്ഞാൽ, ദുരിതങ്ങൾ ഒഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് കരകയറാനുള്ള ഒരു വഴി നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യം.